പൊന്മാൻ എന്ന സിനിമ കണ്ടിറങ്ങി തൊട്ടടുത്ത ദിവസമാണ് ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. മലപ്പുറത്ത് ഭർതൃപീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. യുവതിക്ക് സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായും ശാരീരികമായും ഭർത്താവ് പ്രഫീൻ പീഡിപ്പിച്ചിരുന്നതായാണ് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആത്മഹത്യ ചെയ്ത യുവതി വിഷ്ണുജയെ കഴുത്തിൽ കയറുകൊണ്ട് പ്രഫീൻ മുറുക്കിയിരുന്നതായും വിഷ്ണുജയുടെ ഫോണിന്റെ വാട്സാപ്പ് പ്രഫീന്റെ ഫോണുമായി കണക്ട് ചെയ്തിരുന്നു എന്നൊക്കെയാണ് വിഷ്ണുജയുടെ സുഹൃത്തുക്കൾ പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. പെണ്ണുങ്ങളായാൽ ജോലി വേണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണമെന്നൊക്കെ. ഇനി മറ്റൊരു വശത്ത് നടക്കുന്ന ഒരു പ്രതിഭാസം കൂടി പറയാം. ആണുങ്ങൾക്ക് ഇപ്പോൾ കെട്ടാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. പെണ്ണുങ്ങൾക്ക് പൊതുവെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഒരു പ്രമുഖ ദിനപത്രത്തിലെ റിപ്പോർട്ടിൽ പറയുന്നത്, കെട്ടാൻ പെണ്ണിനെ കിട്ടാത്തത് കൊണ്ട് കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ ആദിവാസി ഊരുകളിൽ നിന്നും പെണ്ണിനെ കെട്ടുന്നു എന്നൊക്കെയാണ്. ഇനി പൊന്മാൻ എന്ന സിനിമയിലേക്ക് വരാം. ഈ സിനിമയിൽ 25 പവൻ അണിഞ്ഞുകൊണ്ട് ലിജോമോൾ ചെയ്ത കഥാപാത്രമായ സ്റ്റെഫി ഗ്രാഫ് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. പരിഭ്രമവും ജാളതയും ആ മുഖത്ത് തെളിഞ്ഞു കാണാം. അസാധ്യമായ എനർജിയും സാധ്യതകളുമുള്ള മനുഷ്യവർഗത്തെ പിറകോട്ടടുപ്പിക്കുന്നത് ചില വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ട് ഭീതിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ പെൺമക്കളുടെ യഥാർത്ഥത്തിലുള്ള ആരാച്ചാർ. പെണ്ണുങ്ങളായാൽ ജോലി വേണമെന്ന് പറഞ്ഞ് ബോധവൽക്കരണം നടത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവന്റെ ഇന്റഗ്രിറ്റി ഉയർത്തിപ്പിടിക്കണം. ഇങ്ങനെ ആരുടെയെങ്കിലും വാലായി കടിച്ചു തൂങ്ങി ജീവിച്ചാലേ ജീവിതമാവുകയുള്ളൂവെന്ന് കരുതുന്ന അമ്മമാരും അച്ഛന്മാരും ആങ്ങളമാരും പൂർണ്ണമായി ഈ പൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ടാലേ വിവാഹങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൊന്മാനിലെ സ്റ്റെഫിയെ പോലെ മരിയാനോയെ പോലുള്ള രാക്ഷസന്മാരുടെ കിടക്കയിൽ അവരിങ്ങനെ ഞെരിഞ്ഞമരും. ഈ വ്യവസ്ഥയെ ഭയപ്പെട്ട് അഥവാ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായി ജീവിക്കുന്ന ഈ കീടങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ചില പെൺകുട്ടികൾ വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു. ആ തീരുമാനം ഒരു ശുഭസൂചകമാണ്. ജീവിതത്തിൽ ഒരു കമ്പാനിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്. എന്നാൽ കമ്പാനിയനെ തുണ അഥവാ പ്രൊട്ടക്ടറായി കരുതണമെന്ന് ഈ സമൂഹം പെൺമക്കളെ പഠിപ്പിച്ചു വിടുന്നിടത്താണ് ഈ നിസ്സഹായത കടന്നു വരുന്നത്. അപ്പോൾ സ്വർണവും പണവും ഒക്കെ അഭിമാനത്തിന്റെ അളവുകോലാവും. കാശ് കൊടുത്ത് ഏതോ ഒരുത്തിന്റെ വീട്ടിലെ വേലക്കാരിയായി ചെല്ലുന്ന നമ്മുടെ പെൺകുട്ടികൾ ചത്തതിനൊക്കുമേ ഇങ്ങനെ ജീവിക്കുകയാണ്. മക്കളൊരു പ്രായമായാൽ അവരെ അടിച്ചു പുറത്താക്കലാണ് മൃഗങ്ങൾ ചെയ്യുന്നത്. പക്ഷേ മനുഷ്യരങ്ങനെയല്ല. കുടുംബത്തിലെ ഒരുമയുടെ പേര് പറഞ്ഞ് മക്കളും മരുമക്കളും ഒരുമിച്ച് പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉള്ളിലൊതുക്കി ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷെ നാട്ടുകാരുടെ കണ്ടിൽ നല്ല ഒരുമയുള്ള കുടുംബം. ഈ കാര്യത്തിൽ മൃഗങ്ങൾക്കുള്ള ബോധം പോലും മനുഷ്യനില്ലാത്തത് കഷ്ടമാണ്. ഒരു പ്രായം കഴിഞ്ഞും മക്കളെ തന്റെ ഒപ്പം താമസിപ്പിക്കുവാനായി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പാരന്റ്സ് ആണ് ഈ മക്കളുടെ യഥാർത്ഥ അന്തകൾ. അവർക്ക് മക്കളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവരെ ഈ ലോകത്തിന്റെ അനന്ത സാധ്യതകൾ അറിയുവാൻ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അതിനു പകരം കല്യാണം കഴിഞ്ഞ് 3-ാം മാസം വിശേഷമായില്ലേ എന്ന് ചോദിച്ച് വ്യവസ്ഥയെ പേടിച്ച് ജീവിക്കുന്ന സമൂഹത്തിലെ കീടങ്ങളെ വാരിക്കൂട്ടി ചവറ്റുകുട്ടയിലിട്ട് കത്തിക്കുവാൻ നമ്മൾ പെൺമക്കൾ മുന്നിട്ടിറങ്ങണം. പൊന്മാൻ സിനിമയിലെ ബേസിലിന്റെ കഥാപാത്രമായ അജേഷ് പറയുന്ന പോലെ മനുഷ്യനെ പോലെ നെഞ്ചു വിരിച്ച് നമ്മൾക്ക് പോരാടാം. ആരുടെയും വാലായി തൂങ്ങാതെ അന്തസ്സോടെ നമ്മൾ പറയണം, എനിക്ക് വേണ്ടത് ഒരു പങ്കാളിയാണ്, അല്ലാതെ പ്രൊട്ടക്ടറെ അല്ല.